ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഹാർഡ് കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ടില്ലേ ഗൈസ്, 4 ക്യാമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നൈറ്റൊക്കെ നമുക്ക് വന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ സെറ്റാക്കിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ക്യാമ്പർ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാം ഗൈസ്. നമ്മുടെ വില്ലേജർ ഇല്ലേ, വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ട്രേഡ് ചെയ്താട്ടോ ഗൈസ്. വില്ലേജറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ട്രേഡ് ചെയ്ത് വാങ്ങിയതാണ്. സോ നൈറ്റായല്ലോ ഗൈസ്. നമ്മുടെ അയൻകോളം മച്ചാനൊക്കെ ഇവിടെ ഉണ്ട്. വില്ലേജേഴ്സിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നോ ഗൈസ്, ഇത് നോക്ക് വർക്കാവുന്നത് തീനെ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഫുൾ വില്ലേജസ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഹീലിംഗ് ഹാളിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് വില്ലേജിനെ എടുക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരുപാട് വില്ലേജസ് ഉണ്ട് ഗൈസ്. ഇതിനപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിഞ്ഞോളൂ ഗൈസ്. എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം. ഞാനിപ്പോൾ വില്ലേജിനെ വെച്ച് എന്തെങ്കിലും സെറ്റ് ചെയ്യാനുണ്ടോ, അതാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ സെറ്റായി കൊടുക്കണം. സോ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഫാമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. സോ ക്യാറ്റല്ലേ പോയി. സോ പിന്നെ ഗൈസ്, വേറെ എന്താണ് ഞാൻ കാണിക്കാത്തതെന്ന് പറയുമ്പോൾ ജോബ് കൊടുത്ത്. ഓക്കെ, നമ്മൾ 3 വില്ലേജിനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സോ പക്ഷേ ഈ 2 വില്ലേജിന് ഞാൻ ജോബ് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ 2 ജോബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പൂമാർ തരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫിഷർമാനാണ് ഈ ചങ്ങായി. നമ്മളെ ഫിഷും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് ഗൈസ്. നമ്മുടെ ഫിഷിങ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ, ഇതുപോലെ നമ്മളെ ഫിഷിങ് റോഡ്, മറ്റേ ചൂണ്ടയിടാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അല്ലേ ഗൈസ്, മീൻ പിടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ് തരുന്നത്. അൺബ്രേക്കിംഗ് ടൂളിലെ ഫിഷിംഗ് റോഡൊക്കെയാണ് ഞാൻ തരുന്നത്. സോ കണ്ടില്ലേ, ഇവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ക്യാമ്പ് ഫയർ വാങ്ങിയത് ഗൈസ്. ഇവൻ്റെ കയ്യിൽ ഞാൻ ക്യാമ്പ് ഫയർ വാങ്ങിയിട്ടുണ്ട്. കുറേ എണ്ണം അതിലുണ്ട് ഗൈസ്. 8 ക്യാമ്പ് ഫയർ കൂടി ഉണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയായിരിക്കും. സോ പിന്നെ ഏതാണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഏതാണ്ട് ബക്കറ്റ് ഓഫ് കോഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ബക്കറ്റ് ഓഫ് കോഡ് ഞാൻ വാങ്ങിയപ്പോഴാണ് ഗൈസ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നമുക്കൊരു ഫിഷിങ്ങിൻ്റെ ഒരു ഫിഷ് ഫാം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. മീനിൻ്റെ ഒരു ഫാമും കാര്യങ്ങളും തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. സോ ചെറിയൊരു എങ്ങനെയാ വെച്ചാൽ ചെറിയൊരു പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അതിൽ കുറച്ച് മീനുകളൊക്കെ വളർത്തി സെറ്റാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അല്ലാതെ തന്നെ എന്തോ ഒരു ഫാം ഉണ്ട് ഗേസ്, ഞാൻ നോക്കട്ടെ. ഫിഷിങ്ങിന് എന്തോ ഒരു ഫാം ഉണ്ട് ഗേസ്. മീനിടാതെ തന്നെ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഗേസ്, എന്താണ് സംഭവം എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ഇതാണ് നമ്മൾ മെയിൻ ബോ. ഇപ്പോൾ ആരുടെ അടുത്താണ് കിട്ടിയാൽ കാണിച്ചു തരാം. നമ്മളെ ബോ മച്ചാൻ ഇപ്പോൾ ഇതാണ്ടേ ഈ ചെങ്ങായി ഫുൾ ബോയും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇത് കണ്ട, അമ്പും വില്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ക്രോസ് ബോ ഇത് കണ്ട, പിയർസിങ് 2, അൺബ്രേക്കിംഗ് 2 ഒക്കെ ഉള്ള ക്രോസ് ബോയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ 2 ഉള്ള ബോയും കൊടുക്കുന്നുണ്ട്. അവൻ കൊള്ളാൻ തോന്നുന്നു ഗൈസ്. ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഇതുവരെ. എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് പവർ 5 കൊടുക്കുന്ന മച്ചാൻ ഇതാണ്ട ഇവിടെ ഉണ്ട്. എൻജാൻമെൻറ്റ് കൊടുക്കുന്ന ഒരു മച്ചാൻ ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഗൈസ് നമ്മൾ അത് വാങ്ങുന്നത്? അതാണ്ട പവർ 4 കൊടുക്കണ്ടാണ്. എന്തായാലും നമുക്കൊരു ബോ ഇതെന്ന് എടുക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ബോയിൽ ഒരു എൻജാൻമെൻറ്റ് ചെയ്ത് നോക്കാം. XP ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. 16 XP ഉണ്ട്, വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് പവർ 4 വാങ്ങട്ടോ. ഞാൻ എന്തായാലും കുറച്ച് എമറാൾഡ് എടുക്കട്ടെ ഗൈസ്. എമറാൾഡ് കണ്ട ഗൈസ്, വാങ്ങി അവന്മാരെ ലെവൽ കൂട്ടി നമ്മൾ എമറാൾഡൊക്കെ തീർന്ന ഗൈസ്. ഇനി നമ്മൾ എമറാൾഡ് ഇനി സെറ്റാക്കണം, ട്രേഡ് ചെയ്ത്. ഞാൻ എന്തായാലും ഈ ലൈബ്രറിയും വില്ലേജറിൻ്റെ അടുത്തുനിന്ന് ഒരു പവർ 4 2 വാങ്ങാം കേട്ടോ. പവർ 4 വാങ്ങണമെങ്കിൽ ഗൈസ് ബുക്ക് വേണം കേട്ടോ. ഒക്കെ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, അതൊരു വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, എന്നാലും ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പവർ 4 താടാ. ഓക്കെ, 1 2. ഓക്കെ, 2 പവർ 4 വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും വേണ്ടത് മെൻഡിങ് കൂടി ഇടണം. നമുക്ക് പോവാട്ടോ ഗൈസ്. ഞാൻ എന്തായാലും പവർ 4 2 വാങ്ങിയല്ലോ. സോ എന്തായാലും നമുക്ക് പോയിട്ട് മെൻഡിങ് കൂടി ഇടണം. എന്താ വെച്ചാൽ നമ്മൾ മെൻഡിങ് ഇട്ട് കൊടുത്താൽ വേറൊരു കാര്യമുണ്ട്, നമുക്ക് അത്ര പെട്ടെന്ന് പൊട്ടൂല. യെസ്, നമുക്ക് XP കിട്ടുകയാണെങ്കിൽ സംഭവം കാര്യങ്ങളൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തായാലും സ്ലീപ്പ് ചെയ്യട്ടെ ഗൈസ്. അയ്യോ, മോണിസ്റ്ററാ. നമ്മളെവിടെ മോണിസ്റ്റർ സ്പോണായെന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൻ്റെ അടിയിൽ മോണിസ്റ്റർ സ്പോണായ പത്താ എവിടെയോ മോണിസ്റ്റർ സ്പോണായെന്ന് പറയുന്നത്. ഞാൻ സ്ലീപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ എവിടെ നിന്നാണെന്നൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിൻ്റെ അടിയിൽ എവിടെയോ കേവ് ഉണ്ടാവുന്നതായിരിക്കും. കേവിലേറ്റോ ചിലപ്പോൾ സ്കെൽട്ടൺ സ്പോണായി ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇവിടെ നിന്നൊരു മെൻഡിങ് എടുക്കണം കേട്ടോ. ഒരു മെൻഡിങ് ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇടാൻ പറ്റുമെന്നാണ് എൻ്റെ സംശയം കേസ്. എന്താ വെച്ചാൽ നമ്മൾ XP സീനാണ്. ഇത് മതിയാവോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേസ്. ലെവൽ കോസ്റ്റ് പവർ 4 ആണ് ആക്കണേ. നമുക്ക് ആദ്യം പവർ 5 ആക്കാം അല്ലേ. നമുക്ക് ആദ്യം പവർ 4 2 വെച്ചിട്ട് പവർ 5 ആക്കാം.
ഓ മിക്കവാറും എൻചാൻമെൻറ്റ് തീരും കേസ്. മിക്കവാറും മെൻഡിങ് ചെയ്യാനുള്ള എനിക്ക് കിട്ടും തോന്നുന്നില്ല കേസ്. പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ ബോയിലേക്ക് നമ്മൾ പവർ 5 ആക്കാൻ പോവാണ്. ഓ പ്ലീസ് മെൻഡിങ് കൂടി ഇട്ടാൽ കൊള്ളാമായിരുന്നു. ഓക്കെ ഗൈസ്, മെൻഡിങ് ഇടാൻ പറ്റും. ഓ കറക്റ്റായിട്ടോ ഗൈസ്, നമ്മളെ XP കാര്യങ്ങൾ തീർന്നു കേട്ടോ ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും പവർ 5ഉം മെൻഡിങ്ങും ഇട്ടിട്ടുണ്ട്. ഓ നൈസ്, ഇത് കലക്കി. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. പവർ 5ൻ്റെ ഒരു പവർ എത്ര നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടോ ഗൈസ്. ഓ നമുക്ക് പാരയപ്പോൾ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ആരോസ് തിന്നെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ആരോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് പോവാം കേട്ടോ. ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടൊന്ന് പുറത്തോട്ട് പോവാം. ഓക്കെ, എന്നിട്ടേ നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മുടെ ഈ ഒരു ആരോൻ്റെ പവറും കാര്യങ്ങളും കേട്ടോ. ഞാൻ എന്തായാലും ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കുതിരനാണ്. ഓക്കെ 2 ഷോട്ടിൽ തീർന്നിട്ടുണ്ട്. ഓ നൈസ്. കൗവൊക്കെ മിക്കവാറും ഒരു ഷോട്ട് തീരേണ്ടതാണ്. വാഹ് ഗൈസ്, സീന്. ഇത് കൊള്ളാട്ടോ ഗൈസ്, സാധനം കൊള്ളാം. സോ നമ്മൾ XP കിട്ടിയപ്പോൾ അത് ഫുള്ളാവുകയും ചെയ്തു കേട്ടോ. അതാണ് മെൻഡിങ്ങിൻ്റെ ക്വാളിറ്റി. ഓ നൈസ് ഗൈസ്, ഇത് കലക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ കൗവിനെ കൂടി ഇടിക്കാം കേട്ടോ. ഓ ഗൈസ്, സംഭവം കൊള്ളാം. ഇനി സാധനം നമുക്ക് ആ ദൂരെയുള്ള ആ ഒരു ഇതിനടിക്കാം കേട്ടോ. ഹോഴ്സിന് അവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട്, അതിനടിക്കാൻ പറ്റുമോ നോക്കാം. ഗെയിമൊന്നും ഇല്ല, എന്നാലും നോക്കാം. ഒരു ഷോട്ട് കൊണ്ട് അണ്ണൻ ഓടി. ഒന്നുകൂടി കൊടുക്കുക. ഓ അങ്ങോട്ട് എത്താൻ ചാൻസ് കുറവാണ് ഗൈസ്. യെസ്, നൈസ് സാധനം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനി നമുക്ക് സോഡും മറ്റേതൊന്നും വേണ്ട, നമുക്ക് ഈ ബോ തന്നെ ധാരാളം. അത് കലക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ പവറും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബോസിനൊക്കെ നമ്മൾ എത്ര അടി അടിക്കണോ അവന്മാർ ചാവണമെങ്കിൽ. സോ 2 ഷോട്ടിന് നമ്മൾ തീർക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നത് പവർ കൂട്ടാൻ പറ്റുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ എൻചാൻമെൻറ്റ് ഏതാ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എന്തായാലും നോക്കി നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേസ്. ഇനി ഇതിൽ ബോൾ എന്തൊക്കെ എൻചാൻമെൻറ്റ് ഇടണം കേസ്, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പിന്നെ ഈ പൊട്ടാറ്റോ ഫാം വർക്ക് ആവുന്നുണ്ടോ നോക്കട്ടെ. നമുക്ക് കുറച്ച് എമറാൾഡ് ട്രേഡ് ചെയ്യാം. ഞാൻ എന്തായാലും കുറച്ച് പൊട്ടാറ്റോ എൻ്റെ അടുത്ത് എടുക്കേണ്ടത്. ഇത് നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ ഗൈസ്, ഈ ഒരു പൊട്ടാറ്റോ ഫാം. ഓക്കെ, സോ നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ ഒരു പൊട്ടാറ്റോ കൊണ്ടുപോയിട്ട് ട്രേഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ വില്ലേജറിന്, നമ്മളെ ഫാർമർ വില്ലേജറിനെ കൊണ്ടുപോയിട്ട് കുറച്ച് എമറാൾഡ് വേണം. നമ്മൾ എമറാൾഡ് ഫുള്ള് തീർന്നിട്ടുണ്ട്. അതിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എമറാൾഡ് വാങ്ങട്ടെ. XPയും കയറുമല്ലോ. ഓക്കെ, എന്തായാലും കുറച്ച് എമറാൾഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ ചെസ്റ്റിലുണ്ടായിരിക്കും കേട്ടോ നമ്മളെ എമറാൾഡ്സ്. ആരോ എന്തായാലും നമുക്ക് കുറച്ച് ഇതിലെടുത്ത് വെക്കാം. ഇത്രയൊന്നും വേണ്ട നമുക്ക് ആരോ. എന്തായാലും നമ്മൾ ആരോയും പോയി നമ്മൾ ഇതിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെസ്റ്റിൽ. നമുക്ക് എന്തായാലും ആവശ്യം വരുന്ന ടൈമിൽ നമ്മൾ നമ്മൾ ആ ഒരു ഡ്രാഗനെ നമുക്ക് അടിക്കാൻ പോകണല്ലോ ഗൈസ്. ഡ്രാഗനെ കൊല്ലാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ ബോ ആവശ്യം വരും. എന്തായാലും നമുക്ക് ബോ ആ ടൈം ആകുമ്പോൾ നമുക്ക് ഫുള്ളൊന്ന് ഓപ്പിയാക്കി എടുക്കണം. ബോയും കാര്യങ്ങളൊക്കെ നല്ല പവർ കൂട്ടിയെടുക്കണം കേട്ടോ ഗൈസ്. നമ്മുടെ ഡ്രാഗനെ കൊല്ലാനുള്ളതാണ്. ഡ്രാഗനെ നമുക്ക് കൊല്ലാനുള്ളതാണ് ഗൈസ്. കുറേ സംഭവങ്ങൾ നമ്മളിനി ചെയ്യാനുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ആയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റാക്കിയ വേറൊരു സംഭവമാണ് നമ്മുടെ ഒരു വീറ്റ് ഫാം, നമ്മുടെ ഓട്ടോമാറ്റിക് വീറ്റ് ഫാം. നമുക്ക് ആദ്യം ഒന്ന് മുകളിലോട്ട് പോകട്ടോ. ഇത് കണ്ടില്ല ഗൈസ്, വളർന്നു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അവിടെ വളരാനുണ്ട് 2 എണ്ണം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ കാണിച്ചു തരട്ടോ ഗൈസ്. നമ്മളിത് വർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു റിവറും കാര്യങ്ങളും വലിക്കുക എന്നുള്ളതാണ്. സോ എന്നപ്പോൾ ആ ഒരു വാട്ടറും കാര്യങ്ങളും ഒഴുകി വരും കേട്ടോ. എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ കണ്ട ഗൈസ്, വരുന്നുണ്ട. ഓ ഗൈസ്, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ഗൈസ്. ഈ ഒരു ലാഡർ ഇവിടെ ശരിയാവില്ല കേട്ടോ. ലാഡർ എനിക്ക് തോന്നുന്നു കുറച്ചിവിടെ പൊട്ടിക്കണം. ഓക്കെ, ലാഡർ ചെറിയൊരു പ്രശ്നമാണല്ലോ.
ഇവിടെ നമുക്ക് കയറാൻ പറ്റുമോ? ഇതൊരു പ്രശ്നമാണ് കേട്ടോ ഗൈസ്. ലാഡർ ചെറിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ലാഡർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റാണ്. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് വാട്ടർ ഇതാക്കിയേക്കാം കേട്ടോ ഗൈസ്. ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, സെറ്റാണ്. നമ്മളെ വീറ്റൊക്കെ ചെസ്റ്റിൽ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഓ, സെറ്റാണ് ഗൈസ്. കലക്കി. ഓം കൊള്ളാം. അപ്പോൾ കഴിഞ്ഞ് എന്തായാലും ഞാൻ സീഡ് ഗൈസ്, നമുക്ക് ഈ സീഡ് എന്തായാലും അവിടെ തന്നെ കൊണ്ട് നടാം കേട്ടോ. എന്തായാലും ഫുള്ളങ്ങ് സീഡ് നട്ടു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സീഡും കാര്യങ്ങളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത്രയും നമ്മൾ ഫുൾ അങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ നിന്ന് വളരട്ടെ കേട്ടോ. ഇനി എന്തായാലും ഇതോടെ നിന്ന് വളർന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ബാക്കി സീഡ് എന്തായാലും നമ്മുടെ ചെസ്റ്റിൽ തന്നെ കൊണ്ടുവച്ചേക്കാം. ഇത് കണ്ട ഗൈസ്, നമ്മുടെ മോഫാമിലേക്ക് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് ലാഡറാണ്. ഇത് കണ്ട ലാഡറാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ലാഡറിൽ കയറി നമ്മൾ മോഫാമിൽ എത്തുമ്പോൾ തന്നെ ഗൈസ് 1/2 മണിക്കൂർ എടുക്കും എൻ്റെ മുകളിലെത്തണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ച് ഗൈസ് നമുക്കൊരു എലിവേറ്റർ സെറ്റ് ചെയ്താലോ ഒന്ന്. യെസ്, ഒരു ലിഫ്റ്റ് കണക്ക് നമ്മൾ സെറ്റ് ചെയ്താലോ ഒന്ന്. സോ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നിന്നാൽ നേരെ നമ്മൾ മുകളിലെത്തും. then അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി നിന്നാൽ നമ്മൾ നേരെ താഴത്തെത്തും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഗൈസ്. എനിക്ക് അറിയില്ല ഗൈസ്. സോ പിന്നെ ആരൊരാൾ കമൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ് എലിവേറ്റർ സെറ്റ് ചെയ്യുമെന്ന്. സോ അത് കേട്ടപ്പോഴാണ് എനിക്കും ചെറിയൊരു ഐഡിയ തോന്നിയത് ഗൈസ്, നമുക്ക് സെറ്റ് ചെയ്താലോ എന്നുള്ളൊരിത് വന്നത്. സോ അപ്പോൾ നമുക്ക് ഐറ്റംസ് കുറച്ച് വേണ്ടി വരും ഗൈസ്. അതാണ് പ്രശ്നം. ചെയ്യണമെങ്കിൽ കുറേ ബ്ലോക്സ് വേണം. സോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ വരെ എത്തിക്കണ്ടേ, കുറച്ച് ടാസ്ക് ആണ് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറേ ബ്ലോക്സ് വേണം ഗൈസ്. സോ കോബിൾ സ്റ്റോൺ നമ്മളെ കയ്യിലുള്ള ബ്ലോക്സ് കാര്യങ്ങൾ മൊത്തം നമുക്ക് വേണ്ടി വരും. സ്റ്റാക്ക് കണക്കിന് ബ്ലോക്സ് വേണം ഗൈസ്. മിക്കവാറും ഇതൊന്നും മതിയാവും തോന്നുന്നില്ല. സോ നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്തായിട്ട് തുടങ്ങാം. തീരുന്നിടത്ത് വെച്ച് നമുക്ക് എന്തായാലും ഇനിയും ബ്ലോക്ക് കൊണ്ടുവരാമല്ലോ. സോ എന്തായാലും നമ്മളെ കയ്യിലുള്ള ബ്ലോക്സ് ഒക്കെ വെച്ചായിട്ട് സെറ്റ് ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും ബ്ലോക്സ് കൊണ്ടുവരാം. സോ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ലിഫ്റ്റിന് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ ഒരു ഈ സാധനമാണ് ഗൈസ്. നമ്മുടെ എന്തായിരുന്നു ഇനി പറയുക, മറ്റേ നെതറത്തെ ഒരു സാധനമല്ലേ, അതാ ഈ സാധനം മാഗ്മ ബ്ലോക്ക്, പിന്നെ മറ്റേ സോൾ സാൻഡ്. യെസ്, ഈ ഒരു സാധനം വേണം. സോ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യല്ലേ ഗൈസ്. നേരെ പോയിട്ട് നമുക്കതങ്ങ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. പറയുമ്പോൾ ഈസിയാണ്, പക്ഷെ ചെയ്യുമ്പോൾ അധികം സമയം എടുക്കും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തണം. ഇത് കണ്ട 100 ബ്ലോക്കാണത്. പൊന്നോ, സംഭവം മിക്കവാറും പണിയാവും. നമുക്ക് ബ്ലോക്ക് എടുക്കാം. കോബിൾ സ്റ്റോൺ ഒക്കെ അങ്ങ് എടുക്കുകയാണ്. നമുക്ക് എന്തായാലും നെതർ ക്വാഡ്സ് വെച്ച് നെതർ ബ്രാക്ക് വെച്ച് ബിൽഡ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് മുകളിലോട്ട് എത്താനുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യാം. മുകളിലോട്ട് പൊന്താനുള്ള ഒരു സംഭവമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ്, 2 സൈഡിലും സെറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ പിന്നെ അതിലും വലിയ പണിമപ്പണിയാവും ഗൈസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് സെറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഈ വാട്ടർ അങ്ങ് കളയാട്ടോ. വാട്ടർ നമ്മൾ എവിടെയാണ് ഒഴിച്ചത്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നുമായിട്ട് വെച്ച് പോവാട്ടോ. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ വീണ്ടും വന്ന് വെക്കേണ്ടി വരും ഗൈസ്. ഒരു കാര്യം കൂടി ഇവിടെ കൂടി വെച്ചേക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇതാണ്ട് ഇവിടെ നിന്നും കൂടിയായിട്ട് സെറ്റ് ചെയ്യാം. 3 സൈഡിൽ നിന്ന് കൂടിയായിട്ട് സെറ്റ് ചെയ്ത് പോവാട്ടോ. നമ്മൾ തകർക്കും ഗൈസ്. കുറച്ചുകൂടി ബ്ലോക്സ് വേണം. സോ നൈസ്. കുറച്ചുകൂടി നെതറാക്കി എടുക്കാം. ഇപ്പൊ മുകളിലെത്തുമ്പോൾ മിക്കവാറും നാളെ ആവും ഗൈസ്. എൻ്റെ അളിയ, എവിടെ എത്തണം? എന്തുവാണ് ഗൈസ്, ഇത് എത്തുന്നില്ലല്ലോ.
ഇത് വൈറ്റത് പൊന്നു ഗൈസ്. നമ്മുടെ ബ്ലോക്സ് ഒക്കെ മിക്കവാറും തീരുട്ടു. ബ്ലോക്സ് ഒന്നും അത് മതിയാവും തോന്നില്ല ഗൈസ്. ഇത്രത്തോളം ഹൈറ്റ് ആണത്. ഇത് ഗൈസ് നമ്മുടെ നെതറാക്ക് തീർന്നു കേട്ടോ ഗൈസ്. ഇനി ബാക്കി കോബിൾ സ്റ്റോൺ വെച്ച് സെറ്റ് ചെയ്യാ. ഒടുക്കത്തെ ഹൈറ്റാണ് ഗൈസ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി സീന സാധനം കേട്ടോ. ഇവിടെ വേൾഡ് മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം, നമ്മുടെ ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ. അടുത്ത ബ്ലോക്ക് എടുക്കാം. ഓക്കെ, ഈ ഒരു സൈഡ് കൂടി എത്തിച്ചാൽ മതി. ബ്ലാക്ക് സ്റ്റോൺ നോക്കട്ടെ. ബ്ലാക്ക് സ്റ്റോൺ റെയിൻ ബിൽഡ് ചെയ്തിട്ട് ഇനി വർക്കായില്ലെങ്കിലുള്ള ഒരവസ്ഥ ആവുമായിരിക്കും. എൻ്റെ അള്ളിയോ ഗൈസ്, ഇത് നോക്ക് സ്പോണായത് ഫുൾ സോംബീസ് ആട്ടോ. നമുക്കൊന്ന് അടിച്ചു നോക്കാം. എൻ്റെ പൊന്നു നോക്ക് ഗൈസ്, സ്പോണായത്. ഓ ഇത് വർക്കായിക്കൊണ്ടേയിരിക്കട്ടെ ഗൈസ്. നമ്മളിവിടെ നിൽക്കുന്നതനുസരിച്ച് ഇങ്ങനെ വർക്കാവുന്നുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇതാണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ആക്കിയത്. സോ ഇനി ചെയ്യേണ്ടത് ഓക്കെ, വാട്ടർ ഒഴിക്കണം അല്ലേ ഗൈസ്. ഇവിടെ വാട്ടർ ഒഴിച്ചാൽ താഴോട്ട് പോകും. ഗൈസ് ഞാൻ എന്തായാലും വാട്ടർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ വാട്ടർ ഒഴിച്ചിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ലാഡറും കാര്യങ്ങളും റിമൂവ് ചെയ്യണം. അപ്പോൾ ഫുള്ളങ്ങ് റിമൂവ് ചെയ്യുക ഗൈസ്. റിമൂവ് ചെയ്ത് പോവാം. പോട്ടെ റൈറ്റ്. ഓ ചെറിയൊരു പ്രശ്നമുണ്ട്. വാട്ടർ ഒരു പ്രശ്നമാണല്ലോ. ഏയ് ഓ ഓ ഓ ഡാമേജ്. എന്തായാലും നമുക്ക് ഇനി പൊട്ടിച്ചു പോട്ടോ. ടൈം എടുക്കും. നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഗൈസ് ഇവിടെ മറ്റേ മുകളിലോട്ട് പൊന്താൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സോൾ സാൻഡാണ്. ഇവിടെ സോൾ സാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ലോഡ് കണക്കിന് വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ. 11 വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം ഇനി വാട്ടർ നിറയ്ക്കണം കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഫുൾ വാട്ടർ ബക്കറ്റിലും വെള്ളം നിറച്ചിട്ട് വരാം. ഈ വാട്ടറിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഗൈസ്. എന്തായാലും നിറച്ചങ്ങ് വെള്ളം എടുത്തേക്കാം. ഓക്കെ, എത്രയോ കണക്കിന് എടുത്തിട്ടുണ്ട്. ഓ ഇത്രയും വാട്ടർ ബക്കറ്റ് ഞാൻ റെഡി ആക്കിയിട്ടു. ഓ ഫുള്ളിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ഓ ഇത് നമ്മൾ അന്ന് ഫസ്റ്റ് നട്ട വീറ്റാട്ടെ ഗൈസ്. പിന്നെ അത് കൊയ്തിട്ട് തന്നെ അല്ല കണ്ട, അതുപോലെ ഉണ്ട് അവിടെ. നമ്മളൊരു ഓർമ്മയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വില്ലേജിലേക്ക് പിന്നെ വന്നിട്ട് പോലില്ല ഗൈസ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നതന്നെയല്ല. ഫുൾ പരിപാടി അതിൻ്റെ ഉള്ളിലാണ് ഗൈസ്. നമ്മൾ പുറത്തൊരു സംഭവം സെറ്റാക്കുന്നില്ല. ഓ ഗൈസ് ഇതിൻ്റെ വ്യൂ നോക്ക്. എൻ്റെ അമ്മോ ഗൈസ്, അവിടെ നിന്ന് ഞാൻ ബ്ലോക്ക് ഇല്ലാണ്ട് ഞാൻ കോബിൾ സ്റ്റോൺ വെച്ചാട്ടോ ബിൽഡ് ചെയ്താണ്ട.
ഇതിലൊക്കെ എന്തിരിക്കും. ഞാൻ വർക്കായാൽ മതി ഗൈസ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു മറ്റേ സംഭവം സെറ്റ് ചെയ്യാം. ഇൻഫിനിറ്റി വാട്ടർ സെറ്റ് ചെയ്യാം. ഇതാണ്. അതിന് എന്തായാലും നമുക്ക് വാട്ടറിൻ്റെ പരിപാടി തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇവിടെ ആദ്യം വാട്ടർ വയ്ക്കാം. ബട്ട് ഇവിടെ വാട്ടർ നിൽക്കണം ഗൈസ്, അതാണ് പ്രശ്നം. ഓ വൈ വൈ അവിടെ വാട്ടർ നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ സൈൻ ബോർഡ്. അതെ അതെ അതെ, സൈൻ ബോർഡ് വേണം. സൈൻ ബോർഡ് സെറ്റാക്കിയാൽ പോരെ, നമ്മളെന്തിന് ഇത്ര കഷ്ടപ്പെടണം. അപ്പോൾ നമ്മളെ ചെസ്റ്റിൽ എവിടെയെങ്കിലും സൈൻ ബോർഡ് ഉണ്ടാവണം. ഓ ഇതില് ബ്ലോക്സ് ഉണ്ട് നമ്മുടെ ഈ ചെസ്റ്റിൽ വേണ്ട നെതറാക്ക് കുറേ ഉണ്ടല്ലോ. കൊള്ളാം കൊള്ളാം, ദാറ്റ്സ് ഗുഡ് ബ്രോ. വേറെ എവിടെയെങ്കിലും ബ്ലോക്സ് ഉണ്ടാവും. അണ്ണന്മാർ കുറച്ച് ബ്ലോക്സ് തന്നാൽ കൊള്ളായിരുന്നു. ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടോ ബ്ലോക്ക്? ഇതിൽ കുറച്ച് കോബിൾ സ്റ്റോൺ ഉണ്ട്. കയ്യിലുള്ള ബ്ലോക്സ് ഒക്കെ എന്തായാലും എടുത്തേക്കാട്ടോ. നമ്മൾ എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നത്? ആ കാര്യം ഇങ്ങോട്ട് മറന്നല്ലോ. സൈൻ ബോർഡ്. ഓക്കെ, സൈൻ ബോർഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഗൈസ്. അപ്പോൾ ആദ്യം കുറച്ച് പ്ലാങ്ക്സ് ആക്കാം, എന്നിട്ട് കുറച്ച് സ്റ്റിക്ക്, എന്നിട്ട് ഒരു 4 സൈൻ ബോർഡ്. 4 എന്ന് പറഞ്ഞാൽ 12 ആയോ എന്നാ. ഓക്കെ, എന്തായാലും ഞാൻ കുറച്ച് സൈൻ ബോർഡ് റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. സംഭവം സൈൻ ബോർഡ് വെച്ചാൽ സംഭവം വർക്കാവേണ്ടതാണ് ഗൈസ്, ആണല്ലോ ആവണം. ഓക്കെ, ഇനി വാട്ടർ ഒഴിച്ചാൽ സംഭവം അവിടെ നിൽക്കേണ്ടതാണ് ഗൈസ്, ഇല്ലെങ്കിൽ ഊമ്പി അത്രയുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഈ കുമള മുകളിൽ വരണം ഗൈസ്, എന്നാലേ നമ്മൾ പൊന്തു. ഇപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. അതുപോലെ ഫുൾ ബ്ലോക്സ് ഇങ്ങനെ വെച്ച് പോകണം. നൈസ്. ഓ അമ്മ, ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ഗൈസ്. പ്രശ്നം എന്താന്ന് മനസ്സിലായ? നമ്മൾ വാട്ടർ ബക്കറ്റ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പിന്നെ എന്ത് ചെയ്യും? നമുക്കത് തായാൻ പറ്റൂല. ഇതൊരു പ്രോബ്ലം ആട്ടാ ഗൈസ്, അത് വൻ പ്രോബ്ലം ആണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. ഓ ഗൈസ്, ഫുള്ള് സീനാട്ടാ. എന്തായാലും കുറച്ച് വാട്ടർ കൂടി എടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു കാര്യം ചെയ്ത് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങേണ്ടി വരും. എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ഒന്ന് നോക്കി വെക്കട്ടെ. എന്തായാലും നമ്മുടെ കയ്യിലൊക്കെ വന്നിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ വാട്ടർ. പൊട്ടേ ഇവിടെ കുമ്പള വന്നില്ലല്ലോ. കുമ്പള നോട്ട് കമ്മിങ്. ഇവിടെ എന്താ കുമ്പള വരാത്ത? ഓരോരോ ബ്ലോക്കിൽ വെച്ച് പോകണം ഗൈസ്, കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. സാധനം ഞാൻ വിചാരിച്ച വെരി ഈസി ആയിരിക്കും ഗൈസ്, ഇത് നല്ല പണിയാട്ടോ ഗൈസ്. 1 hour later. നൈസ്. തീർന്നിരിക്കുകയാണ് ഗൈസ്, ബ്ലോക്ക് തീർന്നിരിക്കുകയാണ്. ഇനി ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളതാണ്. വെള്ളത്തേക്ക് ചാടിയില്ലെങ്കിൽ അതിലും വലിയ ഊമ്പാവയാവും ഗൈസ്. ഇവിടെ നിന്ന് ചാടിയ വെള്ളത്തിൽ എത്തേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചാടാൻ പോവാണ് ഗൈസ് ചാടത്തെ. ഇനി നമ്മൾ എത്ര മുകളിലെത്താണ്ട്? ഏകദേശം എത്തിയിട്ടാ. എന്നാലും ചാടാൻ പോവാണ്. കണ്ണും ചുമ്മി ഒരു ചാടൽ. വെള്ളം ഗൈസ്, കഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ബാക്കിയോടെ സെറ്റ് ചെയ്യാം. ഇതങ്ങ് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കണ്ടല്ലോ. ഇവിടെ ബ്ലോക്ക് വെക്കാം. ബാക്കിയോടെ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ആക്കി
ബക്കറ്റ്, നീല ബക്കറ്റ്, ബക്കറ്റ്, നീല ബക്കറ്റ്. ഇവിടാണ് പാറേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പുറത്തോട്ട് പോകണം. ബക്കറ്റ് ഓക്കെ. നമുക്ക് ഒന്നുകൂടി ജമ്പ് ചെയ്യണം ഗൈസ്. ടാസ്ക് ജമ്പ്, ഡേഞ്ചറസ് ജമ്പാണ് ഞാൻ നടത്താൻ പോകുന്നത്, അതും ഹാർഡ് കോറിൽ. മിക്കവാറും നമ്മളുടെ ഹാർഡ് കോർ ഇവിടെ തീരുന്നതായിരിക്കും. ജമ്പ്. ഓക്കെ, കഴിച്ചില്ലായതാണ് ഗൈസ്, കഴിച്ചില്ലായതാണ്. ഞാൻ അവിടെ എൻ്റെ സൈക്കോളജിക്കൽ പ്രകാരം ഞാൻ അവിടെ വാട്ടർ ഒഴിച്ചത് കൊണ്ട് തന്നെ നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ചാടൂ മച്ചാനെ, ചാടൂ. എടേ, ഇവനെങ്ങനെ, എന്തിനാണ് മച്ചാനെ എന്നോട് കളിക്കാൻ പറ്റും? കുറച്ചുകൂടി ഡേട്ട് എടുക്കട്ടെ, ആവശ്യം വരാം. ഓക്കെ, എന്തായാലും നമുക്ക് മുകളോട്ട് പോവാം. ബാക്കി കൂടി സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു എൻഡർമാൻ എന്താണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന, കൊല്ലാനായിട്ട് വന്നു. ഓക്കെ, ഓ ഉള്ളെത്തി. ഇതെന്താണ് എത്താത്തത്? ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് കൂടി വെക്കണം. ഒരു ബ്ലോക്ക് കൂടി. സെറ്റ്. കാറ്റ്, കാറ്റ്. ഓ, ഏകദേശം അടുത്തെത്തിയെന്നാണ് തോന്നുന്നത്. ആ, എത്തി 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 ഗൈസ്, എത്തി. അതാണ് 100 ബ്ലോക്സിൽ നമ്മളിപ്പോൾ വെച്ച് ഗൈസ്. നിങ്ങൾ ആലോചിക്കണം, ഏകദേശം നമ്മൾ 100 ബ്ലോക്കാണ് മുകളിലോട്ട് പണിതത്. ഇത്രയും ബ്ലോക്ക് നമ്മൾ വാട്ടർ ഒഴിച്ച് ഓരോ ബ്ലോക്കിലായിട്ട് നമ്മൾ വാട്ടർ ഒഴിച്ചു. വെരി ടാസ്ക്. ഓ, കണക്കിനാണ് ഗൈസ് മാര് സ്പോണാവുന്നത്. ഗൈസ് അപ്പോൾ സംഭവം സെറ്റായിരിക്കുകയാണ്. നമ്മുടെ എലവേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കുകയാണ്. കണ്ടില്ല ഗൈസ്, സീന് സാധനം. ഓ ബ്രോ, ഇനി ഈസി ആയിട്ട് നമുക്ക് മുകളിലോട്ട് വരാം. സോ ഇനി താഴോട്ട് പോകാനേ പ്രശ്നമുള്ളൂ ഗൈസ്. ഇങ്ങനെ താഴോട്ടിറങ്ങും, അതാണ് പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ മുകളിലോട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി താഴോട്ടിറങ്ങാനുള്ള സംഭവം സെറ്റാക്കണം. നല്ല ടൈം എടുക്കും, അതിന് ബ്ലോക്സും വേണം. സോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ താഴോട്ടിറങ്ങാനുള്ള സെറ്റപ്പ് കൂടി റെഡിയാക്കുന്നതായിരിക്കും, നമ്മുടെ എലവേറ്റർ.